സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെങ്കിലും വീട്ടിലുള്ള ഈ ചേരുവകളൊക്കെ ചേർത്തുകൊണ്ട് ഒരു അടിപൊളിയായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താലോ. ആദ്യം തന്നെ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് അതിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു നെയ്യിലേക്ക് തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇതാ 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തതിന് ശേഷം ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി വീണ്ടും സെയിം പാനിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ പരിപാടി. ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 1/4 കപ്പ് സേമിയ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ ഒരു സേമിയ വെന്ത് കിട്ടാനായിട്ട് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സേമിയ വെന്ത് വരാനായിട്ടുള്ള ആ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സേമിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടണം കേട്ടോ. ഇനി അതൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് ഞാനിതവിടെ 5 മുട്ട അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സേമിയാണ് കേട്ടോ. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതുപോലൊരു പോട്ടിലാണ് ഞാനിതവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് കറുത്തയുള്ളൂ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ അത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നെയ്യ് തടവിയിട്ടുള്ള ഒരു പാനിലേക്ക് തിരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ്, സിമ്പിളല്ലേ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ക്യാരറ്റും സേമിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ.